അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുന്നത്. പുറത്തിറങ്ങുന്നത് 16 ദിവസത്തിന് ശേഷമാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, 16 ദിവസം ജയിലിൽ കടന്നു. അതിനിടെ തുടക്കത്തിലൊക്കെ നിസ്സഹകരണം, നിരാഹാരം അതൊക്കെയായിരുന്നു. അതിനുശേഷം അതൊക്കെ പിൻവലിച്ചുകൊണ്ട് പിന്നീട് എല്ലാമായി സഹകരിക്കാമെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒടുവിൽ 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യം കിട്ടുകയാണ്. ഉപാധികളോടെയുള്ള ജാമ്യമാണോ? എന്താണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്? ഇപ്പോഴും സഹകരിക്കുന്നില്ല എന്നൊക്കെ പ്രോസിക്യൂഷൻ ആ നിലപാട് ആവർത്തിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുവദിച്ച ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ച കേസിൽ നിലവിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് രാഹുൽ ഈശ്വർ നടത്തിയതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വറിനെ കേസെടുത്തു. പിന്നീട് 16 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് രാഹുൽ ഈശ്വർ പോയതും. പിന്നീട് പലതവണ 2 തവണ കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകി. ഒന്ന് തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും പിന്നീട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ജാമ്യ ഹർജി കൊടുത്തു. പക്ഷേ പ്രോസിക്യൂഷൻ നിരത്തിയ വാദഗതികൾ കോടതി അംഗീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.